വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ എളുപ്പമുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 ചേരുവ മാത്രം മതി, 5 മിനിറ്റ് പോലും വേണ്ട. അത്രയും ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, ആർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് പാൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം, അതായത് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. ഇത് ഞാനിപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചേരുവ. ഇനി ഇതിലേക്ക് വേണ്ട രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ജെല്ലിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ഫ്ലേവറുള്ള ജെല്ലിയാണ്. 75 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒരു പാക്കറ്റ് ജെല്ലി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ജെല്ലിൻ്റെ പാക്കറ്റിൻ്റെ അകത്തുള്ള പഞ്ചസാരയും ജലാറ്റിനും ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആവണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടാക്കിയ പാലല്ല. രണ്ടാമത് ഒഴിക്കേണ്ടത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ തടവിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഞാനിപ്പം കുറച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് ഒഴിക്കുന്നത്. എണ്ണ തടവണം, എന്നാലും നമുക്കിത് മറിച്ചിടുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഇത് 1 അവർ കൊണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. എന്നിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സ് ഉപയോഗിച്ചിട്ടോ ചോക്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.